കിട്ടിപ്പോയി കിട്ടിപ്പോയി കിട്ടിപ്പോയി. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അപ്പൂസ് കിച്ചൻ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നൊരു അവധി ദിനത്തിൻ്റെ വ്ളോഗാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അധികം തിരക്കൊന്നുമില്ലാത്തൊരു രാവിലെ. ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞങ്ങളുടെ അടുക്കള വശത്തെ നീണ്ടു നിവർന്ന് കിടക്കുന്ന പാടവും ആകാശമൊക്കെ കണ്ട് കുറേ നേരം നിൽക്കാറുണ്ട് കേട്ടോ. കാലത്ത് മക്കളെ സ്കൂളിൽ അയക്കേണ്ട തിരക്കും ബഹളമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് ഇവിടെ വന്ന് ഇവിടുന്ന് വാഷ് ചെയ്തുകൊണ്ട് തന്നെ ഈ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും ഞങ്ങളുടെ അയൽപ്പക്കത്തിൽ നിന്നും കുറച്ച് അപ്പത്തരങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നത്തെ ചായക്കൊപ്പം അതൊക്കെയാണ് കേട്ടോ എല്ലാവരും കഴിച്ചത്. നമ്മുടെ അപ്പൂസ് വാട്ടർ ബോട്ടിലിൽ ബാക്കി കിടന്ന വെള്ളമൊക്കെ ചെടികൾക്ക് ഒഴിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങണം. വെള്ളയപ്പമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിനായി തലേന്ന് തന്നെ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങായും പച്ചരിയും ചേർത്തിട്ട് അരച്ച് വെച്ചതാണ്. ഈസ്റ്റൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അതൊക്കെ പതച്ച് പൊങ്ങിയിട്ട് നമ്മൾ വെള്ളയപ്പത്തിൻ്റെ ഈസ്റ്റൊക്കെ ചേർത്ത് തയ്യാറാക്കുന്ന അതേ പരുവത്തിൽ തന്നെ ആയിട്ടുണ്ട്. അപ്പച്ചട്ടിയിൽ മാവ് ഒഴിച്ചിട്ട് ചുറ്റിച്ചെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പം പെട്ടെന്ന് ചുട്ടെടുക്കാം. ഇതിന് കൂട്ടാനായി എളുപ്പത്തിൽ തയ്യാറാക്കാനാവുന്ന ഒരു ചിക്കൻ കറി, അതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് സവാളയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും തക്കാളിയും കുറച്ച് അണ്ടിപ്പരിപ്പും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഉപ്പും ചേർത്ത് ഇളക്കിയിട്ട് തീ ഓഫ് ചെയ്ത് ജസ്റ്റ് ചൂടൊന്ന് ആറുമ്പോൾ നമുക്കിത് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ പേസ്റ്റ് നമ്മൾ നേരത്തെ സവാളയൊക്കെ വഴറ്റിയ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ച് അതിലേക്ക് അല്പം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. ഇവിടെ ഞാൻ തേങ്ങ, മഞ്ഞളും ജീരകമൊക്കെ ചേർത്തിട്ട് അരച്ച് എടുത്ത പാല് ചെറിയ ബൗളുകളിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. അപ്പോൾ എനിക്ക് കാലത്ത് പെട്ടെന്ന് തേങ്ങ ചിരകാനും അരക്കാനും ഒക്കെ ഉള്ള ഒരു പണിയൊക്കെ ഒഴിവായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തേങ്ങാപ്പാൽ ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ ഐസ് മാറാനൊന്നും നിൽക്കണ്ട കേട്ടോ. നമുക്കിത് പെട്ടെന്ന് തന്നെ ഈ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം തന്നെ നമുക്കിത് അലിഞ്ഞ് കിട്ടിക്കോളുമല്ലോ. പിന്നെ ഇതിലേക്കുള്ള ചിക്കന് നേരത്തെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ചേർത്തിട്ട് അല്പം മല്ലിയില തൂകിക്കൊടുത്താൽ വളരെ ഈസി ആയിട്ട് അപ്പത്തിന് യോജിച്ചൊരു ചിക്കൻ സ്റ്റ്യൂ തയ്യാറായി. കുറച്ച് നാളായി പായസം കഴിക്കാൻ നല്ല കൊതിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. ഞാനിത് ഈ വ്ളോഗ് എടുക്കുന്ന ദിവസം സൺഡേ ആണ്. കഴിഞ്ഞ ദിവസമാണ് ശനിയാഴ്ച. ഞങ്ങൾ ഷോപ്പിങ്ങിനൊക്കെ പോയി സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാനിന്ന് ഷോപ്പിങ്ങിന് പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ അറിയാം, ഞാൻ മന്ത്ലി ഷോപ്പ് ചെയ്യാറാണ്. ഞാൻ ഷോപ്പിങ്ങിനെ കുറിച്ചൊക്കെ വിശദമായിട്ടൊരു വ്ളോഗും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടുനോക്കണേ. പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കടലപ്പരിപ്പ്, ഗോതമ്പ്, ശർക്കര ഇതൊക്കെ പ്രത്യേകം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കാലത്ത് തന്നെ ഞാൻ ഇതൊക്കെ വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചു. കാരണം ഈ ഗോതമ്പും കടലപ്പരിപ്പൊക്കെ നമ്മൾ കുതിർത്ത് വെച്ചാലാണ് എളുപ്പത്തിൽ ഇത് നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റുക. അങ്ങനെ അതൊക്കെ കുതിർത്ത് വെച്ചു. പിന്നെ ഞങ്ങൾ സാധനം വാങ്ങിച്ച കൂട്ടത്തിലേ വേറൊരു ചെറിയൊരു സാധനം കൂടി വാങ്ങിച്ചിട്ടുണ്ട്. ഇത് വെജി കട്ടറാണ്. മിക്കവാറും എല്ലാ വീട്ടിലും ഈ സാധനം കാണും. ഞാനായിരിക്കും കേട്ടോ ഇത് വാങ്ങിക്കാൻ ഇത്ര ലേറ്റായത്. എൻ്റെ കുഞ്ഞു ആഗ്രഹങ്ങൾ ആയിട്ട് കുറച്ച് കാശ് ഞാൻ ഷോപ്പിങ്ങിൽ നീക്കി വെക്കാറുണ്ട്. അങ്ങനെ ഇപ്രാവശ്യം വാങ്ങിച്ച 2 സാധനങ്ങളാണ് കേട്ടോ ഈ വെജി കട്ടറും ഈ ബാസ്ക്കറ്റും. ഇത് രണ്ടും എനിക്ക് വലിയ ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ വെജി കട്ടർ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, ഇതുപോലത്തേത് യൂസ് ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് കേട്ടോ ഇത് വാങ്ങിച്ചത്. അപ്പോൾ ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതിന് ധാരാളം സവാള എനിക്ക് അരിഞ്ഞെടുക്കാനുണ്ട്. അപ്പോൾ ഈ വെജി കട്ടർ ഉപയോഗിച്ചിട്ട് അത് ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട് ഞാനിത് യൂസ് ചെയ്ത് നോക്കുന്നുണ്ട്. ഇത് പ്രസ്റ്റീജിൻ്റേതാണ്. 6 months മറ്റേ വാറൻറ്റി ഉണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ ഇത് നല്ല യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയത്. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണേ. ഏതായാലും സവാളയൊക്കെ നല്ല ഭംഗിയായി കുനാന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്.
ചെറിയൊരു സംഭവമാണെങ്കിൽ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എനിക്ക് വളരെയേറെ സന്തോഷം നൽകാറുണ്ട്. ഇത് വാങ്ങാൻ ഇത്രയും നാൾ താമസിപ്പിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ സവാള വഴറ്റാനിട്ടിട്ട് നെയ്ച്ചോറുണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ്. മാജിൻ ചിക്കൻ വാങ്ങിക്കാൻ പോയതേ ഉള്ളൂ. അവൻ വരുമ്പോഴേക്കും ഞാൻ മസാലയൊക്കെ തയ്യാറാക്കി വെക്കുകയാണ്. ഇന്നൊരു സ്പെഷ്യൽ കുക്കർ ബിരിയാണിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ഇപ്പോൾ ഗസ്റ്റൊക്കെ വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കണമെന്ന് കരുതിയാൽ പോലും ഏകദേശം ഒരു 3/4 മണിക്കൂർ കൊണ്ട് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. അപ്പോൾ അതാ ഞാൻ കുക്കറിലേക്ക് സവാള വഴറ്റാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കും. അതിൻ്റെ ഇടയ്ക്ക് മാജിന് ചിക്കനൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്ത് ഞാൻ കുക്കറിൻ്റെ അടപ്പൊക്കെ ഇട്ട് കൊടുത്ത് വെയിറ്റ് ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ 2 വിസിൽ വരുമ്പോഴേക്കും ഇതൊന്ന് വേവിച്ചെടുത്താൽ മതി. ഈ ഒരു സമയമാകുമ്പോഴേക്കും നല്ല ശക്തിയായിട്ട് മഴ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇലക്ട്രിസിറ്റിയും കുറച്ച് നേരം പോയിട്ടോ, എങ്കിലും പെട്ടെന്ന് തന്നെ വന്നു. അതിനിടയിൽ ഞാൻ മല്ലിയിലയും പുതിനയിലയൊക്കെ കഴുകി ഒരു പേപ്പർ വിരിച്ച് അതിലേക്ക് ഉണക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ നമ്മൾ കഴുകി ഉണക്കി എടുത്തിട്ടൊരു കണ്ടെയ്നറിൽ സൂക്ഷിക്കുമ്പോൾ ഇത് നന്നായിട്ട് കുറേ നാളത്തേക്ക് ഫ്രഷായിട്ട് നിൽക്കുന്നില്ല കാര്യം എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പം ഞാനിത് ഇങ്ങനെ ചെയ്യുന്ന കാര്യം വളരെ വിരളാണ്. ഞാൻ അന്നന്ന് യൂസ് ചെയ്യാനുള്ളത് മാത്രം വാങ്ങിക്കാറായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും എനിക്ക് കുറേ നാളത്തേക്ക് മല്ലിയില വീണ്ടും വീണ്ടും വാങ്ങിക്കേണ്ടി വരാറില്ല കേട്ടോ. കുക്കറിൽ വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം. ഇതിൽ നല്ലോണം നീരിറങ്ങി വന്നിട്ടുണ്ട്. നമ്മളിതിൽ വെള്ളമൊന്നും ചേർത്തില്ലല്ലോ. പക്ഷേ ഈ കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ എന്തായാലും സ്റ്റീം ഇങ്ങനെ വെള്ളമായിട്ട് വരുമല്ലോ. അപ്പം നമ്മളിത് അധികം വരുന്ന ഈ വെള്ളം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ നേരത്തെ തയ്യാറായിക്കൊണ്ടേ ഇരിക്കുന്ന നെയ്ച്ചോറില്ലേ, ഗീ റൈസ്, അതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ബിരിയാണിക്ക് നൽകുന്നത്. ഈ സ്റ്റോക്ക് എടുത്തതിന് ശേഷം ചിക്കൻ മസാല കുറച്ച് നേരം വറ്റിച്ചെടുത്തിട്ട് അതിലേക്ക് ചോറ് ചേർത്ത് കൊടുത്ത് കുക്കറിൽ തന്നെ ഇത് ദമ്മിന് വെക്കുന്നതാണ് കേട്ടോ ഈ കുക്കർ ബിരിയാണീൻ്റെ രീതി. ഇവിടെ ഞാൻ കുറച്ചധികം അരിയാണ് ബിരിയാണിക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുക്കറിലേക്ക് ഇത് മതിയാവില്ല, കുക്കറിൻ്റെ സ്ഥലം പോരാ. അതുകൊണ്ട് ഈ പാത്രത്തിലേക്ക് തന്നെയാണ് ദം ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ബിരിയാണി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. എങ്ങനെയുണ്ട് കുക്കർ ചിക്കൻ ബിരിയാണി? വൈകുന്നേരം ആയപ്പോഴും മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. കാലത്ത് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത കടലപ്പരിപ്പൊക്കെ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് പായസം ഉണ്ടാക്കാനുള്ളതാണല്ലോ. അപ്പോൾ ചില ദിവസങ്ങളിൽ വളരെ എനർജറ്റിക്കായിട്ട് എനിക്ക് അന്നത്തെ ദിവസം മൊത്തം പല വെറൈറ്റി ഫുഡ് ഉണ്ടാക്കിയാലും ഒരു പ്രശ്നവും ഉണ്ടാവാറില്ല. പക്ഷെ എപ്പോഴും ഇങ്ങനെയൊന്നല്ല കേട്ടോ. ചില ദിവസങ്ങളിൽ ഭയങ്കര മടിയാണ്, ഒരു പണിയും എടുക്കാൻ തോന്നാത്തത്ര മടിയായിരിക്കും. അപ്പോൾ ഏതായാലും ഇന്നത്തെ ദിവസം എനിക്ക് ആരോഗ്യത്തിനൊന്നും പ്രശ്നമില്ല, ഇഷ്ടംപോലെ എനർജിയും കിടപ്പുണ്ട്. അപ്പോൾ ഏതായാലും ഇന്ന് പായസം കൂടി ഉണ്ടാക്കിയിട്ട് തന്നെ കാര്യമെന്ന് കരുതിയിട്ട്
ഞാനിപ്പം തേങ്ങാപ്പാലൊക്കെ എടുത്ത് വെച്ചു. നമ്മുടെ ഗോതമ്പില്ലേ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചത്, അതും തേങ്ങയും കൂടി മിക്സ് ചെയ്തിട്ട് അരച്ചെടുത്തിട്ടാണ് രണ്ടാം തേങ്ങാപ്പാൽ റെഡിയാക്കുന്നത്. ഒന്നാം പാലെടുത്ത് വെച്ച തേങ്ങയുടെ പൾപ്പില്ലേ, അതാണ് നമ്മൾ ഈ ഗോതമ്പുമായിട്ട് ചേർത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഏലക്കായ ചേർക്കുന്നുണ്ട് കേട്ടോ. എങ്കിലാണ് നമ്മുടെ പായസത്തിന് നല്ലൊരു മണമൊക്കെ ഉണ്ടാവുക. ഏലക്കായ പൊടി ഉണ്ടെങ്കിൽ നമുക്ക് പായസം ഉണ്ടാക്കുന്ന നേരത്ത് ചേർത്ത് കൊടുക്കാം. അല്ലാത്ത പക്ഷം ഏലക്കായ ആണെങ്കിൽ നമ്മൾ ഈ ഗോതമ്പ് അരക്കുമ്പം തന്നെ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇങ്ങനെ അരച്ചിട്ട് നമ്മളിത് അരിപ്പ വെച്ച് ഒഴിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ പായസം തയ്യാറാക്കാൻ. അപ്പോൾ ഞാനിതൊക്കെ അരച്ചെടുത്ത് വെച്ചത് ഒരു വലിയ പാത്രം അടുപ്പിൽ വെച്ചിട്ട് ആ ഗോതമ്പ് അരച്ചെടുത്തത് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നിർത്താതെ ഇളക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ കൈ വിട്ടു പോയിനെങ്കിൽ ഇതിൽ ഒത്തിരി കട്ടകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് നിർത്താതെ തുടരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഈ പായസം നമ്മൾ കണ്ണൂർക്കാരുടെ സ്പെഷ്യൽ പായസമാണ് കേട്ടോ. നമുക്കൊക്കെ വലിയ നൊസ്റ്റാൾജിയ സമ്മാനിക്കുന്ന പായസമാണ്. ബറാത്ത് എന്ന് പറഞ്ഞിട്ടൊരു നമുക്കൊരു വിശിഷ്ട ദിവസമുണ്ട്. ആ സമയങ്ങളിൽ നമ്മൾ വീട്ടിലെപ്പോഴും ഉമ്മാമൊക്കെ ഉണ്ടാക്കാറുള്ള കായ്ക്കറി അല്ലെങ്കിൽ ഗോതമ്പ് ചോറ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരു പായസമാണിത്. അപ്പോൾ ഇത് അനായാസം തയ്യാറാക്കാവുന്നതേ ഉള്ളൂ, പക്ഷേ ഇത്തിരി ആവേശം നമുക്ക് വേണമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കണ്ടില്ലേ ഇത്ര ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കുന്നതെന്ന്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ശർക്കര പാനി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ശർക്കര വാങ്ങിച്ചിട്ട് അത് കുറച്ച് വെള്ളം ചേർത്ത് ഉരുക്കി എടുത്തിട്ടാണ് ശർക്കര പാനി തയ്യാറാക്കിയത്. ഗോതമ്പ് നന്നായിട്ട് ഇങ്ങനെ കുറുകി വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് 2 നേന്ത്രപ്പഴം ചെറുതായി അരിഞ്ഞത് കുറച്ച് ശർക്കര പാനിയിൽ തന്നെ ഇട്ടിട്ടൊന്ന് വരട്ടി എടുത്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ കിഡിലും പായസം റെഡിയായി. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഇത് വളരെ ഇഷ്ടമാണ്. നമ്മൾ ഈ വെല്ലത്തിന് അല്ലെങ്കിൽ ശർക്കരയ്ക്ക് പകരമായിട്ട് പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിന് വൈറ്റ് കളറാണ് ഉണ്ടാവുക കേട്ടോ. അത് നല്ല പാൽപ്പായസം പോലെ ഇരിക്കും. അതിൽ മഞ്ഞ നിറത്തിലുള്ള ഈ കടൽപ്പരിപ്പൊക്കെ ഈ നേന്ത്രപ്പഴമൊക്കെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. ഇതിപ്പോൾ ഞാൻ ശർക്കര ഉപയോഗിച്ചത് കൊണ്ട് തന്നെ ഇത്തിരി കുറച്ചൊരു ഗോൾഡൻ കളറിലാണ് ഇരിക്കുന്നത്. എങ്ങനെയായാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇത് ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും സന്ധ്യ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് എൻ്റെ ഉമ്മാക്ക് കൊണ്ടുകൊടുത്തിട്ട് വരാമെന്ന് കരുതിയിട്ട് ഞാൻ വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. അതിന് മുമ്പ് മാസിനോട് പറഞ്ഞിട്ട് മുയലിനെയും പൂച്ചനെയും ഒക്കെ അതിൻ്റെ കൂടുകളിൽ കയറ്റുന്നുണ്ട്. ഞാനും അപ്പും ജാസ്മിനും ആണ് കേട്ടോ ഉമ്മാൻ്റെ അടുത്തേക്ക് പോയത്. അവിടെ ചെന്നിട്ട് ഞാൻ പിന്നെ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല. ചില കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് എനിക്ക് വീഡിയോസ് എടുക്കാൻ തോന്നില്ല. നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ എൻഗേജ്ഡ് ആകുമ്പോൾ ഞാൻ ഷൂട്ടിങ്ങിൻ്റെ ഓർമ്മയും കൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെ എത്തിയിട്ട് ഒരു ജസ്റ്റ് ഫോട്ടോ എടുത്ത് പിന്നെ ഞാൻ വീഡിയോ ഒക്കെ മതിയാക്കി ഉമ്മയോടൊക്കെ സംസാരിച്ച് കുറേ നേരം ഇരുന്നു കേട്ടോ. അന്ന് രാത്രി കുറച്ച് ലേറ്റായിട്ടാണ് മടങ്ങിയെത്തിയത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എന്നോട് പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതാനും മറക്കരുത്. അപ്പോൾ പതിവ് പോലെ എല്ലാവർക്കും അപ്പൂസ് കിച്ചൻ്റെ ആശംസകൾ. താങ്ക് യു സോ മച്ച്.